ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഹലോ ഗായ്സ് എന്നുള്ളതൊന്ന് മാറ്റി പിടിക്കണമെന്ന് പ്രതീക്ഷിക്കും. പക്ഷെ നമ്മൾ പറയുന്നതിന് മുമ്പ് ഫുൾ ട്രൈ ചെയ്യും. പക്ഷേ പറഞ്ഞു തുടങ്ങുമ്പോൾ അവസാനം അതിൽ തന്നെ എത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും പോലെ കോപ്പി പേസ്റ്റ് അല്ല. പിന്നെ ഒത്തിരി പേര് എൻ്റെ ഷോർട്ട് വീഡിയോസ് കാണുന്നുണ്ട്. കാണുന്നവരൊന്ന് ലൈക്കും കൂടെ ചെയ്തിട്ടൊക്കെ പോകണം കേട്ടോ. ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഷോർട്ട് വീഡിയോസ് മാറി ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മയാണ് എന്നെ ഒളിഞ്ഞു നോക്കി കളിയാക്കും. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈ റേഞ്ചിൽ മാത്രം കണ്ടുപിടുന്ന പ്രത്യേകതരം സംഭവമാണ് ഏലം അല്ലേ. ഹൈ റേഞ്ചിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു ഊഹാലോകത്തിൽ വെച്ച് ഹൈ റേഞ്ചിലാണ് കൂടുതലും കാണാറ്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാനൊരു 4-5 വർഷമായിട്ടുള്ളൂ കേട്ടോ ഈ ഏലത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഞങ്ങൾ മുമ്പ് നിന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് താമസം മാറി. ആ താമസം മാറിയ സ്ഥലത്ത് ഒത്തിരി ഏലമുണ്ട്. അവിടെ കൃഷിയെ ഏലമാണ്. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും തന്നെ ഏലമാണ് കൃഷി ചെയ്യുന്നത്. അവർക്ക് മെയിൻ ആദായവും വരുമാനവും എല്ലാം ആദ്യം തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മ ഏലപ്പണി ചെയ്യുമെന്ന് പറഞ്ഞാലും എനിക്ക് ഏലത്തിൻ്റെ ABCD അറിയില്ലായിരുന്നു. എടുക്കാൻ പോലും അറിയില്ലായിരുന്നു. എടുക്കാൻ വളരെ ഈസിയാണ്, ചുമ്മാ പറിച്ചെടുത്താൽ മതി എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഇങ്ങോട്ട് ഏലത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി പഠിക്കാനുണ്ടെന്നുള്ളത്. എന്ന് വെച്ചാൽ തിയറിയൊന്നും അല്ല കേട്ടോ, പ്രാക്ടിക്കൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഏലക്കം എടുക്കുമ്പം നമ്മൾ വിൽക്കുവാണെങ്കിൽ വിൽക്കാൻ ആൾ വരുമല്ലോ. അപ്പോൾ വാങ്ങാൻ വരുന്ന ആൾക്കാർ നമ്മുടെ ഒരു പിടി കായ എടുത്തിട്ട് അതിനകത്തൊരു 10 കായ പൊട്ടിച്ച് നോക്കും. ആ പൊട്ടിച്ച് നോക്കുന്ന കായ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പഴുത്തതാണെങ്കിൽ മാത്രം അവർ നമുക്ക് കൂടുതലും പൈസ തരുള്ളൂ. എന്നാൽ കിട്ടുന്ന മുഴുവൻ പച്ചയാണെങ്കിൽ അവർ അതനുസരിച്ച് വില കുറച്ചേ നമുക്ക് തരുള്ളൂ. ഒരു ദിവസം ഞാനിപ്പം ജോലി റിസൈൻ ചെയ്ത് കുറച്ച് നാളായിട്ട് ഒരു 15 ദിവസമായിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്. ഞാൻ അടുത്ത ജോലി നോക്കണം. അപ്പോൾ അതുവരെയുള്ള ബ്രേക്ക് ടൈമിൽ ഏലത്തിനകത്ത് പണിയാന്ന് വിചാരിച്ചാൽ ഞാൻ ഇരിക്കുന്നത്. ബാക്കിയുള്ള പണികളെല്ലാം ഞാൻ ചെയ്യും. പക്ഷേ ഈ ഏലക്ക മാത്രം എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഏലക്ക ഒന്ന് എടുത്ത് നോക്കി. അന്ന് ഏലക്ക എടുത്തപ്പോൾ വിൽക്കാൻ ആൾക്കാർ വന്നപ്പോൾ കൊടുത്തപ്പോൾ ഒരു 10 കായ എടുത്തതിനകത്ത് 7 പച്ചയിൽ 3 മാത്രമേ വഴുത്ത് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് പേടിയാണ്. ചേട്ടായൊന്നും പറഞ്ഞൊന്നുമില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പിന്നെ എടുത്തെടുത്തപ്പോൾ ഞാൻ എക്സ്പേർട്ടായിട്ടോ. അപ്പം ഏലക്ക തീർന്നു, ഏലത്തിൻ്റെ സീസൺ തീർന്നു. നമ്മൾ ഏലക്ക എടുക്കുന്നത് വെച്ചാൽ 2, 3, ഒരു 45, 50, ചിലപ്പോൾ 60 വരെ ദിവസങ്ങൾ ഇടവിട്ടാണ് വിൽക്കാൻ ആൾക്കാർ വന്നപ്പോൾ കൊടുത്തപ്പോൾ ഒരു 10 കായ എടുത്തതിനകത്ത് 7 പച്ചയിൽ 3 മാത്രമേ വഴുത്ത് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് പേടിയാണ്. ചേട്ടായൊന്നും പറഞ്ഞൊന്നുമില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പിന്നെ എടുത്തെടുത്തപ്പോൾ ഞാൻ എക്സ്പേർട്ടായിട്ടോ. അപ്പം ഏലക്ക തീർന്നു, ഏലത്തിൻ്റെ സീസൺ തീർന്നു. നമ്മൾ ഏലക്ക എടുക്കുന്നത് വെച്ചാൽ 2, 3, ഒരു 45, 50, ചിലപ്പോൾ 60 വരെ ദിവസങ്ങൾ ഇടവിട്ടാണ് നമ്മൾ ഏലക്ക എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്തുള്ള പണിയെന്ന് പറഞ്ഞാൽ വളമിടൽ, മരുന്നിടൽ, വെള്ളമടിക്കൽ. അതായത് ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഫുള്ള് വെള്ളമടിക്കണം. ഇപ്പോൾ 1.5 വെച്ച് നമ്മുടെ ഏലത്തിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. അതിന് വലിയൊരു പണിയാട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഏലച്ചെടിയെ പറ്റി കണ്ടിട്ടില്ലാത്തവർക്കും കേട്ടിട്ടില്ലാത്തവർക്കും അതിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. ഫുൾ തിയറി പിന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിനെപ്പറ്റിയുള്ള പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഏലച്ചെടിയും കാണിച്ചു തരാം, ഏലത്തിൻ്റെ പൂവ്, അതിൻ്റെ കായ വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചും കൂടെ കാണിക്കാം. ഓക്കെ, മേടിച്ചു എൻ്റെ ഗായ്സ്. എട്ടാമത് 2 മണി തോപ്രാങ്കുടി നമ്മുടെ ഭാഗത്ത് ഞാൻ പോയില്ല, എന്നെ വിളിച്ചാൽ പോയി. ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചല്ലോ ഏലം. എൻ്റെ ബാക്കിലെ ഏലം കേട്ടോ. ഈ വീഡിയോയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരാളെയും കൂടെ കാണിച്ചു തരാതെ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ട് എന്താണ് പറഞ്ഞത് ഗൈസ്, ഇരിക്കേണ്ടിടത്ത് ഇരുത്തിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ബക്കറ്റിൽ കൂടെ കയറിയിരിക്കും എന്നുള്ളത്. ഇത് പറമ്പിൽ വളമടിക്കുന്ന മരുന്ന് ഒഴിക്കുന്ന ബക്കറ്റാണ്. ഇതിപ്പോൾ അവളുടെ ബെഡാണ്. ഇതിരിക്കുന്നതാണ് നമ്മുടെ വിറകിൻ്റെ പുരയിലാണ് കയറി കിടക്കുന്നത്. എന്നിട്ട് വാടി ഇങ്ങോട്ട്. അയ്യോ.